ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ജൂലൈ മാസം 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് മിഥുനമാസം 28-ാം തീയതി മുതൽ കർക്കിടക മാസം 2-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ജൂലൈ മാസം 12-ാം തീയതിയാണ്, അതായത് ഇന്ന് ഞായറാഴ്ചയാണ് പ്രദോഷം. മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. വൈകുന്നേരം ദീപാരാധനകളിലൊക്കെ പങ്കെടുക്കുക, വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുക, ദാനധർമാദികളൊക്കെ ചെയ്യുക. ദോഷങ്ങൾ ഇല്ലാതാകുകയും ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതുമാണ്. മിഥുനമാസം പ്രധാനമായിട്ട് ഈ ജൂലൈ മാസം 14-ാം തീയതിയാണ് അമാവാസി, കർത്തവാവ്. കർത്തവാവിൻ്റെ അന്ന് തലേദിവസമൊക്കെ ഒരിക്കലെടുത്ത് കർത്തവാവിൻ്റെ അന്ന് പിതൃക്കളെ മനസ്സിൽ വിചാരിച്ച് ബലിതർപ്പണാദികൾ ചെയ്യുന്നതും ദാനധർമാദികൾ ചെയ്യുന്നതും അഭിവൃദ്ധികൾ വന്നിച്ചു. കർക്കിടക മാസം 1-ാം തീയതി രാമായണ മാസം ആരംഭിക്കുകയാണ്. വ്രതത്തിൻ്റെയും അതുപോലെ തന്നെ രാമായണ പാരായണത്തിൻ്റെയും മനസ്സ് പോസിറ്റീവാക്കുന്നതിനും ഐശ്വര്യങ്ങൾ വർദ്ധിക്കുന്നതിനും ഇരുട്ടിനെ അകറ്റി നന്മ ഉണ്ടാകുന്നതിനുമൊക്കെയുള്ള ഊർജം ഒരു വർഷത്തെ സംഭരിക്കുന്നതിന് ഈ കർക്കിടക മാസം എല്ലാവർക്കും പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് അഭ്യർത്ഥിക്കും. ഈ ആഴ്ചത്തെ വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. അധിക ദോഷങ്ങളൊന്നും ബാധകമല്ല. ദൈവാധീനമൊക്കെ വർദ്ധിച്ചിരിക്കുകയാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. തൊഴിൽ രംഗത്ത് വിജയങ്ങളൊക്കെ വന്നു ചേരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും ലഭിക്കും. കലാകാരന്മാരായിരിക്കുന്നവർക്ക് കലാരംഗത്ത് നല്ല വിജയങ്ങളൊക്കെ വന്നു ചേരും. നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നന്മയുള്ള സമയമാണ്. തണുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. കഫസംബന്ധമായിട്ടോ ഒക്കെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഓരോ കാര്യങ്ങൾക്കും ജാഗ്രത വേണം. അതായത് ആരോഗ്യ കാര്യങ്ങൾക്കായാലും പല വിധത്തിലുമൊക്കെ ദേഷ്യം വർദ്ധിക്കുന്നതിനും സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് സ്വയംകൃത അനർത്ഥത്തിലൊക്കെ പെട്ടുപോകാതെ വളരെ ശ്രദ്ധിക്കണം. അതായത് രാശിയിൽ തന്നെ ചൊവ്വ സ്ഥിതി ചെയ്യുകയും വാക്കിൻ്റെ സ്ഥാനത്ത് പവറായിട്ട് ആദിത്യം നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. എന്നിരുന്നാലും ദൈവാധീനം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ദിനചര്യയിൽ കൃത്യനിഷ്ഠ ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരസ്ഥാനിയിൽ നിന്നോ സഹായങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ട്. കുടുംബത്ത് പൊതുവെ നന്നായിരിക്കുന്ന ഒരു ആഴ്ച. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ചു. തൊഴിൽ വിജയങ്ങളും വന്നു ചേരും. തൊഴിലൊക്കെ ചെയ്യുന്ന യുവതി യുവാക്കളോ മധ്യവയസ്കരോ ഒക്കെ ഉള്ളവർ ആണെങ്കിലും സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു ചേരുവാൻ ഒരു ഉന്മേഷത്തോടുകൂടി പ്രവർത്തന രംഗത്ത് വളരെ അത്യുത്സാഹത്തോടുകൂടി പ്രവർത്തിച്ച് വിജയിക്കുവാൻ പറ്റിയ ഒരു ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ദൈവാധീനത്താൽ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ സന്തോഷകരമായിട്ട് നടക്കും. ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വാക്കിൻ്റെ സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ടാകും. സംഗീതവുമായി ബന്ധപ്പെട്ടും മറ്റ് ചിത്രരചന, മറ്റ് കലാരംഗവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നവർക്ക് ധന ആഗമന യോഗം. വാഹന സംബന്ധമായ കാര്യങ്ങൾക്കും പുരോഗതി വന്നു ചേരും. കുടുംബത്തെ പൊതുവെ സന്തോഷവും ഐശ്വര്യവുമുള്ള കാലം.
വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഉണ്ടാകാതെ വളരെ ജാഗ്രത വേണം. തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ അനിവാര്യമാണ്. അതായത് അലസത വന്നുപെട്ട് നമുക്ക് വന്നു ചേരേണ്ടതായ ചില നല്ല കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകുക, കോട്ടങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ധനം ചെലവായി പോവുക, പല രീതിയിൽ ധനത്തിന് അധിക ചിലവുകൾ വരിക, അങ്ങനെയൊക്കെ പല നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ തൊഴിലുമായി ബന്ധപ്പെട്ട സൂചനയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ബാങ്കിങ് ജോലികളൊക്കെ ചെയ്യുന്നവർ വളരെ ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഒപ്പിടുന്ന കാര്യം, നിയമപരമായ കാര്യങ്ങൾക്ക് ഒപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുറം, പൂയം, ആയില്യം നക്ഷത്രം, ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ കൃത്യനിഷ്ഠ ആവശ്യമാണ്. വാക്ക് വളരെ അധികം ശ്രദ്ധിക്കണം. വാക്കുകൾ കൈവിട്ടു പോകുവാൻ സൂചനയുണ്ട്. ഏറ്റവും സ്നേഹമുള്ള ആൾക്കാർ തന്നെയാണെങ്കിലും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു ചേരുക, പല രീതിയിലുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുവാനൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ അത് നിമിത്തം ഉണ്ടാകാം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്ക് നല്ല ആഴ്ചയാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും വളരെ ഉത്സാഹത്തോടുകൂടി ഉത്തമമായ രീതിയിൽ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കടം കൊടുക്കുവാൻ പാടില്ല. അതുപോലെ തന്നെയാണ് കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവരും അതീവ ജാഗ്രത വേണം. വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അതിന് നല്ല തീരുമാനമെടുക്കുവാൻ പറ്റിയ ഒരു ആണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ, അങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അനിഷ്ടത്തിൽ 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും രാശിയിൽ തന്നെ രാഹു ദൃഷ്ടി ചെയ്യുക. സപ്തമഭാവത്തിലാണല്ലോ രാഹു ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ഉണ്ടാകുക, നഷ്ടങ്ങൾ വന്നു ചേരുക, മാനാപമാനങ്ങൾ വന്നു ചേരുക, കുടുംബത്ത് ജീവിത പങ്കാളിയുമായിട്ട് ഏതെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുക, അതൊക്കെ സ്വാഭാവികമാണ്. കുടുംബത്ത് സഹോദര സ്ഥാനീയരുമായിട്ടായാലും വളരെ ക്ഷമ ആവശ്യമാണ്. എന്നാൽ ഭൂമി വന്നു ചേരുവാനായിട്ട് ശ്രമിക്കുന്ന, ഭൂമി വാങ്ങുവാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനൊക്കെ ഉള്ള യോഗമുണ്ട്. പൊതുവെ ഒരു തേജസ് വർദ്ധിക്കുകയും ഉന്മേഷം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ചില പ്രൊമോഷനുകൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പ്രൊമോഷൻ ലെറ്റർ കൈപ്പറ്റുവാനും, അതുപോലെ തന്നെ പുതിയതായിട്ട് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ജോലി കിട്ടുവാനും ഒക്കെ ഈ ആഴ്ച യോഗം വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്കും വിദ്യാർത്ഥികളായാലും ഉദ്യോഗാർത്ഥികൾക്കായാലും നല്ല ഒരു ആഴ്ച. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ഒരു ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ സാധിക്കേണ്ട ഒരു ആഴ്ച. വിദേശത്ത് പോകുവാനും വിദേശത്ത് നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും ഐശ്വര്യ സമ്പൂർണമായിരിക്കുന്ന ഒരു ആഴ്ച. രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചും സർവേശ്വരകാരകന്റെ വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ചും ഉത്തമമാണ്. കുടുംബത്ത് സന്തോഷവും ഐശ്വര്യവും വന്നു. മാതാവിനും മാതൃകുടുംബത്തിനും ഒക്കെ വളരെ ഐശ്വര്യമാണ്. ബന്ധുക്കളൊക്കെ സഹായത്തിനുണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്ന് സഹായമുണ്ടാകും. സഹോദര സ്ഥാനീയർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. അധികാരത്തോടുകൂടിയ ഒരു ജോലിയൊക്കെ കിട്ടുവാൻ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന യുവതി യുവാക്കൾക്കും മധ്യവയസ്കരായിരിക്കുന്നവർക്ക് ഒക്കെ സാധിക്കുന്ന കാലം. ജോലി നല്ല രീതിയിലൊക്കെ ചെയ്യുന്നവർക്ക് ഒരു പ്രമോഷൻ വന്നു ചേരുവാൻ കാത്തിരിക്കുന്നവർക്കും അതിനുള്ള അവസരമുള്ള ഒരു ആഴ്ചയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും സൗഭാഗ്യം ഉള്ള ഒരു ആഴ്ചയാണ്. അതായത് ദൈവാധീനമുണ്ടല്ലോ. കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്ക് പൂർണ്ണ ദൈവാധീനം ഉള്ളതിനാൽ ഏതെങ്കിലും തരത്തിൽ പിണക്കങ്ങളൊക്കെയുള്ള ദമ്പതികളായാലും സഹോദരസ്ഥാനീയരുമായിട്ടോ മക്കളുമായിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ തുലാം രാശിക്കാർക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ ഭാഗ്യവും ദൈവാധീനവും പൂർണ്ണമായിട്ടുള്ള ഒരു ആഴ്ച. ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുക, പുതിയ വാഹനം വന്നു ചേരുക, പുതിയ ഗൃഹം വന്നു ചേരുക, അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെ ആഭരണാദി വസ്ത്രങ്ങൾ, അതുപോലെ ഗൃഹോപകരണങ്ങൾ ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ ക്ഷമ അങ്ങേയറ്റം ആവശ്യമാണ്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുവാൻ വളരെ ജാഗ്രത വേണം. അതായത് ധനസ്ഥാനത്തിൻ്റെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ധനം നഷ്ടപ്പെടുവാൻ സൂചനയുണ്ട്. കൈവായ്പയൊക്കെ കൊടുത്താൽ കിട്ടുകയില്ല, കൊടുക്കുമ്പോൾ കാണാം, പിന്നെ കിട്ടത്തില്ല. അത് ചെറിയ തുകയായാലും വലിയ തുകയായാലും എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും ഒരു കാര്യവും. അങ്ങനെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര സുഖകരമായിരിക്കുന്ന ഒരാഴ്ചയല്ല. പല വിധത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പരമാവധി ക്ഷമ ആവശ്യമാണ്. തൊഴിൽ ചെയ്യുന്നവർക്ക്, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കായാലും പൊതുവെ മെച്ചപ്പെട്ട് എന്നാലും വാക്ക് പറയുന്ന കാര്യത്തിലൊക്കെ പാത്തി നടക്കുക, പതുങ്ങി നടക്കുക, വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, കൊടുത്തത് കിട്ടാതെ വരിക, കിട്ടിയത് നമുക്ക് വാങ്ങിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റാതെയൊക്കെ മനസ്സിന് വളരെ ടെൻഷൻ, മനസ്സ് ചഞ്ചലമാകുന്നത്, നെഗറ്റീവ് മനസ്സാകുന്നതിന് സൂചനയുണ്ട്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഈശ്വരനാമമൊക്കെ ജപിക്കുക. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖം, അനിഴം, കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എല്ലാവിധമായ അനുഗ്രഹവുമുള്ള ആഴ്ചയാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും, പ്രസിദ്ധി വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്ന കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക് അത് മികച്ച രീതിയിൽ, നല്ല രീതിയിൽ വർക്ക് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നത് നിമിത്തം മറ്റ് സമൂഹത്തിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നും, കുടുംബത്തിൽ നിന്നും ഒക്കെ ഒരു അംഗീകാരം വന്നു ചേരുവാൻ തോന്നുന്നു. കുടുംബത്തിൽ സമാധാനമുള്ള സമയം. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമല്ല. പല രീതിയിലും അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ദേഷ്യങ്ങളൊക്കെ വർദ്ധിക്കാതെ വളരെ ശ്രദ്ധിക്കണം വാക്കുകൊണ്ടൊക്കെ. ഇത് വാക്കിൻ്റെ സ്ഥാനത്തേക്ക് 2 ആഗ്നേയഗ്രഹങ്ങളാണ്, ചൊവ്വായും ആദിത്യനും പൂർണ്ണ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പോൾ പല രീതിയിൽ വാക്ക് കൈവിട്ടു പോവുകയോ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളെ പിണങ്ങിപ്പോകുന്നതിനൊക്കെ സൂചനയുണ്ട്. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് വളരെയധികം ക്ഷമ ആവശ്യമാണ്. നിസ്സഹകരണം മൂലം മേലധികാരികളിൽ നിന്ന് നിസ്സഹകരണം, സഹപ്രവർത്തകരിൽ നിന്ന്, കീഴ് ജീവനക്കാരിൽ നിന്ന് ചില നിസ്സഹകരണങ്ങൾ ഉണ്ടാകുക, കുടുംബത്തിൽ നിന്ന് ചില നിസ്സഹകരണങ്ങൾ ഉണ്ടാകുക. അങ്ങനെ മനസ്സ് കലുഷിതമായിട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. വളരെയധികം ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ നീ നോക്കിക്കണ്ട് ചെയ്താൽ തൊഴിൽ വിജയങ്ങളും പ്രത്യേകിച്ച് ആരോഗ്യം മെച്ചപ്പെടും, സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും വേണം. രാശിയുടെ അധിപന്റെ സ്ഥിതി അത്ര തൃപ്തികരമല്ല. വിക്രമസ്ഥാനത്ത് രാഹു കൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ സഹോദരസ്ഥാനിയിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ ചില മോശം അനുഭവങ്ങൾ ഉണ്ടാകുക, അധിക ചെലവുകൾ ഉണ്ടാകുക, നഷ്ടങ്ങൾ ഉണ്ടാകുവാനൊക്കെ സൂചനയുണ്ട്. കുടുംബത്തെ പൊതുവെ നല്ല ഐശ്വര്യമുള്ള കാലമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. ഏതെങ്കിലും തരത്തിൽ മാനസികമായ രീതിയിലോ ശാരീരികമായ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതിയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിലും ദിനചര്യയുടെ കാര്യത്തിലുമൊക്കെ വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ്. തൊഴിൽപരമായ പുരോഗതികൾ വന്നിട്ട് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. നല്ല വാക്കുകൊണ്ട് മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നിട്ടേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന നല്ല ദൈവാധീനമുള്ള ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകും, ആരോഗ്യം മെച്ചപ്പെടും, അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങളിൽ വിജയിക്കും. സമൂഹത്തിൽ ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ഉത്തമമായ രീതിയിൽ നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും നല്ല വാക്ക് സംസാരിക്കുവാനും സാധിക്കും.
ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ആഴ്ച. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ ഏറ്റവും ദൈവാധീനമുള്ള സമയമാണ്. ഈ അവസരം വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് അത്ര നല്ല സമയം വന്നെന്ന് വരികയില്ല. പ്രത്യേകിച്ച് ഏജ് ഓവറായിട്ട് നിൽക്കുന്നവർക്ക് നല്ല ജോലിയുണ്ട്, വാഹനമുണ്ട്, വീടുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, എന്നിട്ട് വിവാഹം നടക്കാത്തവർക്ക് അത് ചില വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് കാണുന്നു. അത് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. വിദേശത്ത് പോകുവാനൊക്കെ ശ്രമിക്കുന്നവർക്ക് പൊതുവെ നല്ല സമയം. എന്നിരുന്നാലും ഏജന്റ് മുഖാന്തരമൊക്കെ ധനം കൊടുക്കുന്നവർ അല്ലെങ്കിൽ ധനം കടം വാങ്ങിച്ചൊക്കെ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതിന് പാഴായി പോകാതെ വളരെ ശ്രദ്ധിക്കണം. വലിയ കടക്കെണിയിലൊക്കെ പെടുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നവർ, ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ, ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ഒക്കെ വളരെ ജാഗ്രത ആവശ്യമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടം, ചതയം, പൂരിട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയിൽ തന്നെ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ്. പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധമായിട്ട്, തൊട്ട് സംബന്ധമായിട്ട്, കണ്ണ് സംബന്ധമായിട്ട്, പല്ല് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകാം. സംസാരത്തിലെ പിഴവുകൾ ശത്രുക്കൾ ആയുധമാക്കുന്നതിനും വൈരാഗ്യം വർദ്ധിക്കുന്നതിനും ശത്രുത വർദ്ധിക്കുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വളരെ ജാഗ്രത അക്കാര്യത്തിൽ വേണം. ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര തൃപ്തികരമാണ്. പല വിധത്തിലും ദാമ്പത്യ ജീവിതത്തിൽ അന്തരീക്ഷം കലുഷിതമാകുവാൻ സൂചനയുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഉദ്ദേശ രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും, റാങ്ക് കിട്ടുവാൻ സാധിക്കും. നിപുണ യോഗത്തോടുകൂടി ആദ്യത്തിലും ബുധനും പ്രതിഭാസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരും സാമൂഹ്യ സേവനം ചെയ്യുന്നവരും രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ സ്ഥാനമാനങ്ങളും ജനങ്ങളുടെ അംഗീകാരമൊക്കെ വന്നു ചേരാൻ ഉള്ള യോഗമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. സൈനിക, അർദ്ധസൈനിക വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുന്നവരോ സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ള പ്രൈവറ്റ് മേഖല ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും. നല്ല ഒരു സമയം. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ജന്മത്തിൽ ഏഴരശനി സഞ്ചരിക്കുന്നു. വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഉണ്ടാകുവാനൊക്കെ സൂചനയുള്ള സമയമാണ്. ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ, ഏതൊരു രംഗത്തും ഇടപെട്ടാൽ നല്ല വിജയങ്ങളും വന്നു ചേരും. ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ജീവിത പങ്കാളിയുടെയും വാക്കിനെ മാനിക്കണം. രണ്ടാമതൊന്നുകൂടി ആലോചിച്ചിട്ട് ഏത് കാര്യവും ചെയ്യാവൂ. പൂർണ്ണമായ ദൈവാധീനമുണ്ട്. രാശിയാധിപനും തൊഴിൽ സ്ഥാനാധിപനുമായിരിക്കുന്ന വ്യാഴം പ്രതിഭാസ്ഥാനത്ത് നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുക, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക, തൊഴിൽ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുക, ശമ്പള വർധനവ് കിട്ടുക, തൊഴിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക, മാതാവിനും മാതൃകുടുംബത്തിനും ഐശ്വര്യങ്ങൾ വന്നു ചേരുക, സ്വന്തം കുടുംബത്തിൽ തന്നെ ഐശ്വര്യങ്ങൾ വന്നു ചേരുക, ഗൃഹം വാങ്ങുവാൻ യോഗമുണ്ടാകുക, വാഹനം വന്നു ചേരുവാൻ യോഗം ഉണ്ടാകുക, കടങ്ങൾ അധികം വർദ്ധിക്കാതെ നോക്കണം. അതായത് ധനസ്ഥാനാധിപൻ ദുർബുദ്ധി സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ദുർബുദ്ധി മൂലം അധികം കടം വരുത്തി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നീട് നിയമപരമായ പ്രശ്നങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ അതുമൂലം ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകാം, രോഗാവസ്ഥകളുണ്ടാകാം. അങ്ങനെ കോടതി കയറുന്നതിന്, പോലീസ് സ്റ്റേഷൻ കയറുന്നതിന് സൂചനയുള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവർ, കരാർ കമ്പനികളിൽ ഒപ്പുവയ്ക്കുന്നവർ, വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ച കൂടിയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. ഏറ്റവും പ്രധാനമായിട്ട് അഭിവൃദ്ധിക്കായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി ദേവീസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഉത്തമം. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അർത്ഥം. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ പേരും നക്ഷത്രവും കൂടി ഉണ്ടെങ്കിൽ ഞാനത് എഴുതി വെച്ച് പൂജ ചെയ്യുന്ന അവസരത്തിലും പ്രാർത്ഥിക്കുന്ന അവസരത്തിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങൾ വെച്ചുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഓരോരുത്തരുടെയും ജാതകം നോക്കിയാൽ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കും. അതിന് എൻ്റെ വാട്സാപ്പിലേക്ക് വിവരങ്ങൾ അയച്ചു തന്നാൽ പൂർണ്ണമായിട്ട് നോക്കി നേരിട്ട് വിളിച്ച് നമുക്ക് സംസാരിക്കാം.
എല്ലാവർക്കും നമസ്കാരം.